വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഒരു ഭാഗം മുഴുവൻ നോട്ടാം പ്രഖ്യാപിച്ച് ഈ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ മുംബൈയുടെ തീരങ്ങൾ, കർണാടക, അതിന്റെ കൂട്ടത്തിൽ സർക്രിക് അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ച് 10 ദിവസത്തേക്കുള്ള ഒരു സൈനികാഭ്യാസം നടത്തുകയാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. നേരത്തെ നമ്മൾ ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളിൽ നടത്തി, ഇപ്പൊ നമ്മൾ അപ്പുറത്ത് നടത്തുകയാണ്. വമ്പൻ ഒരു നീക്കം, അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡെയിലി ഇപ്പൊ പ്രതിരോധ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ പുതിയ പുതിയ പ്രതിരോധ ആയുധങ്ങളുടെ ഇറക്കുമതിയും നമ്മൾ ഉണ്ടാക്കിയതിന്റെ പരീക്ഷണങ്ങളും എല്ലാം ത്വരിതഗതിയിൽ നടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ധ്വനി മിസൈലിന്റെ വാർത്തകൾ പുറത്തു വരുന്നു, അഗ്നി മിസൈൽ പരീക്ഷണം ബേ ഓഫ് ബംഗാളിൽ നടക്കുന്നു. അതിനിടയിൽ ചൈനീസ് നേവി നമ്മൾ ഈ ആൻഡമാൻ നിക്കോബാറിൽ നടത്തുന്ന വലിയ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോ വലിയ രീതിയിൽ മലാക്ക കടലിടുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ബംഗ്ലാദേശിന്റെ കേബിളുകൾ നമ്മൾ അണ്ടർ വാട്ടറിൽ കട്ട് ചെയ്യാൻ പോകുന്നു. ഇനി നമുക്ക് ബംഗ്ലാദേശിന്റെ കേബിൾ ആവശ്യമില്ല, നമ്മൾ ആൻഡമാൻ നിക്കോബാറിലൂടെ കേബിൾ ഇട്ടോളാം എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനിടയിൽ ബംഗ്ലാദേശിലേക്ക് ഈ അമേരിക്കയിലെ ഈ ആൾക്കാർ വരുന്നു. പാകിസ്ഥാന്റെ ഒരു സൈനിക തലവൻ അവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ നെക്കിനായിട്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായിട്ടുള്ള പ്രകോപനങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കാലുള്ള പ്രകോപനങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പൊ നമ്മൾ ഈ നോട്ടാൻ പ്രഖ്യാപിച്ച് ഇത്ര വലിയൊരു എന്താ പറയാ ഒരു സൈനികാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്നത്. ഇൻഫാക്ട് അത് തുടങ്ങിക്കഴിഞ്ഞു. ഓപ്പറേഷൻ തൃശൂൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പാകിസ്ഥാൻ ഇത് കണ്ട് ഭയന്ന് അവരുടെ വ്യോമപാത സമ്പൂർണ്ണമായിട്ട് അടച്ചു. വ്യോമപാത സമ്പൂർണ്ണമായിട്ട് അടച്ചു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ഇല അനങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മറ്റൊരു വിശ്വരൂപമായിരിക്കും നിങ്ങൾ കാണേണ്ടി വരിക എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മാധ്യമങ്ങളൊക്കെ പറയുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളായിരുന്നാലും നാഷണൽ മീഡിയാസ് ആയിരുന്നാലും അവരുടെ ചുവട് പിടിച്ച് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളായാലും പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉടൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകാനായിട്ട് പോകുന്നത്? ഞാനിത് ചോദിക്കുന്നതിന്റെ കാര്യം, നമ്മൾ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല. സിന്ദൂർ നടന്നു, പഹൽഗാം ഭീകരാക്രമണം നമ്മുടെ നാട്ടിൽ നടന്നു. ആ ഭീകരാക്രമണം എന്ന് പറഞ്ഞൊരു കാരണം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് തുടങ്ങി വെക്കാനായിട്ട്. സിന്ദൂർ 2.0 ഉടനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എതിരെ ഇപ്പോൾ പാകിസ്ഥാൻ വാക്കാലുള്ള പ്രകോപനങ്ങളാണ്. അന്തർധാരയിൽ ഇവർ എന്താണ് പണിയുന്നത്? നമുക്കെതിരെയുള്ള പണി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറമേ ഒന്നും ജനങ്ങൾ കാണുന്നുമില്ല. പെട്ടെന്ന് ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറഞ്ഞാൽ നാളെ പാകിസ്ഥാൻ ഒരു മിസൈൽ അയച്ചേക്കാം ഇങ്ങനെ ഇരിക്കുമ്പോൾ. എന്ന് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പാകിസ്ഥാൻ അത് ചെയ്യാൻ പറ്റും, കാരണം പാകിസ്ഥാന്റെ ശത്രുവാണ് ഇന്ത്യ. പാകിസ്ഥാന് ബെല്ലും ബ്രേക്കും ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അയക്കും പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പഹൽഗാമൊക്കെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്നാ പിന്നെ 2 ബ്രഹ്മോസ് രാഹുലിലേക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരുക്കങ്ങൾ ഗംഭീരമായിട്ട് നടത്തുന്നു. അപ്പൊ എന്റെയും പ്രേക്ഷകരുടെയും ഒരു സിമ്പിൾ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കുമ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കുന്നു യുദ്ധ സമാനമായിട്ടുള്ള രീതിയിൽ, എന്നാൽ ഒരു പ്രകോപനം ഒട്ട് കാണുന്നുമില്ല. വാക്കാലുള്ള പ്രകോപനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ? ഇത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ ഓപ്പറേഷൻ 2.0 ഒരുങ്ങുന്നു, ഏത് നിമിഷവും പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കും. അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ സംഘർഷം ഇന്ത്യ മുതലെടുക്കുകയും തങ്ങളെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മളല്ല, അത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫാണ്. അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2 തവണ വാണിംഗ് കൊടുത്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്ത വാണിംഗ്, ആവശ്യമില്ലാത്ത പണിക്ക് മുതിർന്നാൽ ഭൂമുഖത്ത് തന്നെ വെച്ചേക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനൊരു കാര്യമുണ്ട്. നാളിതുവരെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്നത് ജമ്മു കാശ്മീരിലേക്ക് ഭീകരരെ കയറ്റി വിട്ടുകൊണ്ടുള്ള ഭീകരപ്രവർത്തനമാണെങ്കിൽ, ഇപ്പോൾ അവർ ഒരു പടി കൂടെ കടന്നുകൊണ്ട് സക്രീക്കിന് സമീപം, റാൺ ഓഫ് കച്ചിന് സമീപമുള്ള കടലിടുക്കിൽ 96 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ആ കടലിടുക്കില് അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. അവിടെ വലിയ രീതിയിലുള്ള ആയുധ വിന്യാസം അല്ലെങ്കിൽ സേനാ വിന്യാസം പാകിസ്ഥാൻ കുറെ നാളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് ഈ ചതുപ്പ് നിറഞ്ഞ ആ ഒരു മേഖലയിൽ ഇന്ത്യ നടത്തുന്നത് വലിയ നീക്കമാണ്. ഏതാണ്ട് വലിയ രീതിയിൽ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിൽ. ഇപ്പോൾ ഈ സൈനിക അഭ്യാസം നടക്കുന്നത് 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഈ അഭ്യാസം നടക്കുന്നത് രാജസ്ഥാൻ മരുഭൂമിയിൽ തുടങ്ങി ഈ സക്രീക്കിൽ അവസാനിക്കുന്ന രീതിയിലാണ്. അതായത് ഈ ഗുജറാത്തിന്റെ ബോർഡറിലാണ് ഇപ്പോൾ ഈ സൈനിക അഭ്യാസം നടക്കുന്നത്. ഈ അഭ്യാസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ, ഇത്ര കിലോമീറ്റർ ഏരിയയിലായിരിക്കും നോട്ടാമും മറ്റുമൊക്കെ പ്രഖ്യാപിക്കുന്നെങ്കിൽ ഇതിൽ ഗുജറാത്തിൽ ഉടനീളമാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സാധാരണ ഇതിൽ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച നടത്തിയാണ് ബേ ഓഫ് ബംഗാളില്
നമ്മൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വെസ്റ്റ് ബംഗാളിലുമൊക്കെ ഒരു നോട്ട ഒഡീഷയുടെ തീരത്തൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. അതൊരു മിസൈൽ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ആ മിസൈൽ പരീക്ഷിക്കുകയും ചെയ്തു. നമ്മൾ ആ വാർത്ത നൽകിയെന്ന് ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ ആളുകൾ ചോദിച്ചു ഇതെപ്പോ പ്രഖ്യാപിച്ചു എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. പക്ഷെ നോട്ടം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊരു സർട്ടൻ ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ദൂരമില്ല, ഏതാണ്ട് ഗുജറാത്ത് ഫുള്ളാണ്. ഇതിനോടനുബന്ധിച്ച് പാകിസ്ഥാൻ 28, 29 തീയതികളിൽ അവരുടെ വിമാന സർവീസുകൾക്ക് ഒരു നോട്ടാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഗതാഗത നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞു വിമാന സർവീസിൽ. അതിന് പാക് മാധ്യമങ്ങൾ നൽകുന്ന ഒരു വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു വലിയ പരീക്ഷണത്തിന് മുതിരുന്നു എന്നാണ്. അവരൊരു വലിയ വ്യോമാഭ്യാസം നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ സക്രീയിൽ തന്നെയാണ് അത്, അതായത് അപ്പുറത്തെ ബോർഡർ, അതായത് ഇത് തമ്മിലൊരു 96 കിലോമീറ്ററിന്റെ ദൈർഘ്യമാണ്. ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് കാണാൻ പറ്റുന്ന ഒരു കരയിലാണ് ഈ രണ്ടു കൂട്ടരും. അപ്പൊ അപ്പുറത്ത് അവരത് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അവരൊരു വലിയ പരീക്ഷണം നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു ആണവ പരീക്ഷണം നടത്തുമോ ഇല്ലയോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം അവരെ സംബന്ധിച്ച് ഇനിയിപ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ കയ്യിൽ ഈ സാധനം ഉണ്ടെങ്കിൽ അതൊന്നെടുത്ത് പൊട്ടിച്ചൊരു പരീക്ഷണം കൂടെ നടത്തി ജനങ്ങൾക്കൊരു ഊർജം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കം നടത്തിയെന്നിരിക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, പാകിസ്ഥാൻ ഒരു വലിയ മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അത് ഇന്ത്യയുമായിട്ടൊരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് അവരുടെ ഒരു തയ്യാറെടുപ്പ്. ഇതിന്റെ അതായത് ഇനി ഭീകരാക്രമണം കൊണ്ട് കാര്യമൊന്നുമില്ല എന്നവർക്ക് കൃത്യമായി തന്നെ അറിയാം. അപ്പം അതിന്റെ ഒരു കാലഘട്ടം ഇന്ത്യയിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. ഭീകരവാദത്തിന് വലിയ സ്കോപ്പ് ഇനി ഇന്ത്യയിലില്ല. പകരം ഇന്ത്യയെ ഇനിയിപ്പോൾ സാമ്പത്തികമായി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് താരിഫ്, അതിനെ നമ്മൾ അതിജീവിച്ച് മുൻപോട്ട് പോയി. അപ്പൊ ഈ സാമ്പത്തികമായി തകർക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതേപോലെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ബ്രഹ്മോസ് മിസൈൽ യൂസ് ചെയ്യുന്നതിന് 20,000 കോടി രൂപ എങ്ങാണ്ടാണ് അത് യൂസ് ചെയ്യുന്നതിന്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പൊ നമ്മളൊരു 11 ബ്രഹ്മോസ് വിടുമ്പോൾ നമുക്ക് എത്ര രൂപയായി? ഇതുപോലെ തന്നെ മറ്റ് നമ്മളുടെ മിസൈൽസും മറ്റു കാര്യങ്ങളും വിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവ് എത്രയുണ്ട്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രത്തോളം പോകുമ്പോഴേക്കും സ്വാഭാവികമായി തന്നെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മോശമായി തുടങ്ങും. കാരണം നമ്മുടെ ഈ ത്വരിതഗതിയിലുള്ള ഈ വളർച്ചാ നിരക്ക് അല്പം മന്ദീഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ശ്രമം അമേരിക്കയും മറ്റ് ചില ശക്തികളും പാകിസ്ഥാൻ വഴി നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ ഒരു വലിയ മുന്നൊരുക്കം നടത്തുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ദിവസം അതായത് ഒക്ടോബർ 24-ന് ഈ പാകിസ്ഥാന്റെ ഈ ചീഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അത് നമ്മുടെ ഈ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു പദവിയിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ജനറൽ സാഹിൽ ഷംഷാദ് മിർസ എന്നാണ്. ഇദ്ദേഹവും ഒരു 6 അംഗ സംഘവും ചിക്കൻ നെക്ക് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഒക്ടോബർ 24 എത്തുന്നു. എമിറേറ്റ് എയർലൈൻസിലാണ് അദ്ദേഹം ധാക്കയിൽ ഇറങ്ങുന്നത്. അതിനുശേഷം ഹോട്ടലിലേക്ക് പോവുകയും പിന്നീട് ചിക്കൻ നെക്കിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അവിടെ പരിശോധിക്കാനാണ് ചിക്കൻ നെക്കിന്റെ സുരക്ഷയും മറ്റുമൊക്കെ. അപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നത്. അതായത് മുൻപ് അവർ ശ്രമിച്ച് പാളിപ്പോയ ഒരു ഓപ്പറേഷൻ, അതായത് ഒരു ഭാഗത്ത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 വരുമ്പോൾ ആദ്യത്തെ അടി ആരുടെ ഭാഗത്തു നിന്നായിരിക്കും? പാകിസ്ഥാന് പ്രകോപനങ്ങൾ നടത്തുന്നു, പക്ഷെ അവരിങ്ങോട്ട് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അവർ ഒരു ആക്രമണത്തിന് മുതിരുന്നില്ല. അവർ പറച്ചിലിന് മാത്രമാണ് അവർ നിൽക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചൂട് അവർ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും അതിഭീകരമായിരുന്നു എന്ന് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അവരുടെ കിരാണ ഹിൽസ് വരെ നമ്മൾ ലക്ഷ്യമിട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് പേടിക്കുന്നത് പോലെ അവന്മാർ വീണ്ടും നമ്മളെ ഇങ്ങനെയിട്ട് പ്രകോപിപ്പിച്ച് ഇത് നമ്മൾ അങ്ങോട്ട് അടിക്കണമെന്നാണോ അവന്മാരുടെ ആഗ്രഹം? അല്ലെങ്കിൽ അവന്മാർ ഇങ്ങോട്ടേക്ക് അടിക്കുമെന്നുള്ള ഇന്റൻഷൻ ആണോ? കാരണം എന്താണ് ഇതിന്റെ? അത് ഇങ്ങോട്ട് തന്നെ വരും. അത് 100% അങ്ങനെ വരും, സംഭവിക്കും. കാരണം ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടിയിരിക്കുന്നു. ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ അവർ വലിയ പടയൊരുക്കം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇസ്താംബൂളിൽ വെച്ചിട്ട് അവരുടെ ഒരു സമാധാന മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ സമാധാന മീറ്റിംഗിന് പോകുന്നതിന് തൊട്ട് മുമ്പ് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞ എന്താണ്, ഇപ്പൊ ഈ കരാർ ഇവർ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഇത് അറിയും, ഞങ്ങളുടെ ആയുധബലം അറിയും, ഞങ്ങൾ കയറി യുദ്ധം ചെയ്യും, ഞങ്ങൾ തകർക്കും എന്നാണ് പറയുന്നത്. ഒരു സമാധാന ചർച്ചയ്ക്ക് പോവുകയാണ് ഇവര്. അത് ഒരു ടേബിളിന് അപ്പുറം ഇരുന്ന് സമാധാനം ചർച്ച ചെയ്യേണ്ട അവരാണ് ഈ പോർവിളിയും വിളിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വാർ ഉണ്ടായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിലേക്ക് ഇന്ത്യയെ കൂടെ വലിച്ചിട്ടേ പറ്റൂ. കാരണം ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വാർ ലോകരാജ്യങ്ങൾ കാണുന്നത് ഈ എന്താ പറയുന്നത്, തീവ്രവാദികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന 2 രാജ്യങ്ങളാണ്. പിന്നെ മതപരവുമായും ഗോത്രവർഗപരവുമായിട്ടുമൊക്കെ അടുത്ത് ഇടപഴകി നിൽക്കുന്ന 2 രാജ്യം. അപ്പൊ 2 വിഭാഗങ്ങളുടെ ഒരു സംഘർഷമായിട്ടാണ് അതിനെ കാണുന്നത്. അല്ലാതെ 2 രാജ്യങ്ങളെന്ന് കാണുക വളരെ ദുഷ്കരമാണ് ഇതിനകത്ത് പലർക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടി ഇതിനകത്ത് വലിച്ചിടുക, അങ്ങനെ കൂടുതൽ പേരെ ഇതിലേക്ക് വരിക, ഈ സമയം കൊണ്ട് അമേരിക്കയ്ക്ക് ഇവിടെ എത്താൻ കഴിയും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ട്. ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അഫ്ഗാനിലേക്ക് അവർ പണി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതേ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത്.
അപ്പോൾ സ്വാഭാവികമായി അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായി ഇവർ പറയുന്നത് ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു അതിർത്തിയിൽ ഇവർ പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ തന്നെ ഇവർ പ്രകോപനം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ അതിന്റെ ഒരു കരുത്ത് കാട്ടുകയുള്ളൂ. പക്ഷേ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എല്ലാ വർഷവും നടക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളതിന്റെ ഡീറ്റെയിൽസുകളും മറ്റൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാ വർഷവും ഇത്ര വിപുലമായിട്ട് നടക്കാറില്ല. ഇപ്പോഴാണ് അത് ഇത്ര വിപുലമായി നടക്കാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഇതിപ്പോ കര ഉണ്ട്, കടലുണ്ട്, വ്യോമസേനയുണ്ട്, റഫേൽ പങ്കെടുക്കുന്നുണ്ട്, അന്തർവാഹിനികൾ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം സംയുക്തമായിട്ടുള്ള ഒരു വലിയ ഒരു എക്സർസൈസ് ആണിത്. അതായത് തൃശ്ശൂർ എക്സർസൈസ് 225 എന്നാണ് അതിന്റെ പേര്. 3 പേരും ഒരുമിച്ച് വ്യോമസേന, കടൽ, അതായത് നേവി, ആർമി, എയർഫോഴ്സ് 3 പേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു സംഭവം. അത് മാത്രവുമല്ല, ഇതിലെല്ലാം തന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഫേൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റു നമ്മുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഒരു യുദ്ധത്തിന്റെ ഒരു തൊട്ട് മുമ്പുള്ള ഒരു മുന്നൊരുക്കം എന്ന് പോലും നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം ഇതിന് മുൻപും നടന്നിട്ടുണ്ട് വ്യോമാഭ്യാസം, അല്ലെങ്കിൽ ഈ കരസേനയുടെ ഒക്കെ മാത്രമായിട്ട് നടക്കുന്നതൊക്കെ ആദ്യ സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ ഇത്രയും നീണ്ടു നിൽക്കുന്നതും ഇത്രയും, അതായത് രാജസ്ഥാൻ മുതൽ ഗുജറാത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വമ്പൻ സൈനിക ഒരു ഓപ്പറേഷൻ. കാരണം ഇനി അവിടെയാണ് ഒരു സാധ്യത കൂടുതൽ, ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് ഈ ഗുജറാത്തിന്റെ ഈ പറയുന്ന കടൽ അറ്റാക്ക് ചെയ്യാനൊരു ശ്രമം നടത്തും, അങ്ങനെ ഒരു ശ്രമം കൂടി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ നമ്മൾ നോക്കി കാണേണ്ടത്. ഇതിനിടയിൽ 28, 29, 30 3 ദിവസമുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. അവരെന്താണ് ആ ദിവസം അവർ ചെയ്യാൻ പോകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ വ്യോമഗതാഗതം അടച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇനി ഇന്ത്യ അടിക്കുമെന്നുള്ള പേടി കൊണ്ടാണോ അത് നിർത്തിവെച്ചത്, അതോ ഇവരിനി അവരുടേതായ വല്ല പരീക്ഷണങ്ങളോ ഒക്കെ നടത്തുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും സംഘർഷം സ്മൂത്ത് അല്ല, സ്ഫോടനാത്മകമാണ്. ഇല്ല എങ്കിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടിക്കടി ഒരേ സ്ഥലം ഒരേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ശ്രദ്ധേയമായ കാര്യം. സാധാരണഗതിയിൽ നമ്മുടെ രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയൊക്കെ പറയാറുണ്ട് ഭീകരന്മാർക്കും പാകിസ്ഥാനൊക്കെ വാണിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി തന്നെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത്, രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ആവശ്യമില്ലാത്ത പ്രകോപനം, അത് സക്രിക്കിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്, അവിടെ നടത്തിയാൽ നിങ്ങൾ ഭൂപടത്തിലുണ്ടായാൽ. ഇതേ പ്രസ്താവന തന്നെയാണ് അദ്ദേഹം ഒരാഴ്ച മുമ്പ് നടത്തിയത്. അതായത് ഒരു സ്ഥലത്തെ കുറിച്ച് നിരന്തരം നമ്മുടെ പ്രതിരോധ മന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവല്ല എന്നും കൂടെ ആലോചിക്കണം, പ്രതിരോധ മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം നിരന്തരം പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നുള്ളത്.